അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ രണ്ടാമത്തെ അപ്രോച്ചാണ് അബ്സോർപ്ഷൻ അപ്രോച്ച് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഈ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സിഡ്നി അലക്സാണ്ടർ ആണ്. അബ്സോർപ്ഷൻ അപ്രോച്ച് അനുസരിച്ച് BOP ഒരു ജനറൽ ഇക്വിലിബ്രിയം നേച്ചറിലുള്ളതാണ്. ഇത് കെയ്നീഷ്യൻ നാഷണൽ ഇൻകം റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കെയ്നീഷ്യൻ അപ്രോച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ തിയറി അനുസരിച്ച് ഒരു കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ ആ കൺട്രിയിലെ ജനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അബ്സോർബിങ് എന്ന് പറഞ്ഞാൽ റിയൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ആ കൺട്രിയിലെ പീപ്പിൾസ് കൺസംഷന് വേണ്ടിയും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയും ചിലവാക്കുന്ന തുക നെറ്റ് നാഷണൽ ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും. BOP സർപ്ലസ് ആണെങ്കിൽ അവിടെ അബ്സോർപ്ഷന്റെ അളവ് വളരെ കുറവായിരിക്കും. അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും നാഷണൽ ഇൻകത്തേക്കാൾ കുറവായിരിക്കും. ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ ഇൻകം ആൻഡ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ എന്ന് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഒരു കൺട്രിയുടെ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ടോട്ടൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഓട്ടോണമസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് X-M, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ്. ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ ആയിട്ടുള്ള C+ID+G A എന്ന ലെറ്റർ കൊണ്ടും X-M B എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കാം. അപ്പോൾ Y ഈസ് ഈക്വൽ ടു A+B എന്ന് വരും. ദെൻ B ഈസ് ഈക്വൽ ടു Y മൈനസ് A. ഇവിടെ BOP ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ കുറയ്ക്കണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻകം ഇൻക്രീസ് ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം ഡീവാലുവേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നതിനെയാണ് പറയുന്നത്. ഡീവാലുവേഷനിലൂടെ ഇമ്പോർട്ട് കുറയുകയും എക്സ്പോർട്ട് കൂടുകയും ചെയ്യുന്നു. അന്നേരം കൂടുതൽ ഫോറിൻ കറൻസി വരികയും നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റാണ് നടക്കുന്നത്. ദസ് ദി നെറ്റ് ഇഫക്റ്റ് ഓഫ് ദി ഇൻക്രീസസ് ഇൻ ദി നാഷണൽ ഇൻകം ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടോട്ടൽ ഇൻക്രീസസ് ഇൻ ഇൻകം ആൻഡ് ഇൻഡ്യൂസ്ഡ് increases in absorption. Then delta B is equal to delta Y minus delta A. Criticism of this approach: neglecting price effects, calculation is difficult, ignores effect on other countries, not operative in fixed exchange rate system, more emphasis on consumption.